വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 29-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം ശക്തിയും മഹത്വവും നിറഞ്ഞതാണെന്നും പ്രകൃതിയിലൂടെയും ആകാശത്തിലൂടെയും ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നുവെന്നും ദാവീദ് വ്യക്തമാക്കുന്നു. യഹോവ ജലപ്രളയത്തിന്മേലിരിക്കുന്നു, യഹോവ രാജാവായി എന്നേക്കും ഇരിക്കും. യഹോവ തൻ്റെ ജനത്തിന് ബലം തരട്ടെ, യഹോവ തൻ്റെ ജനത്തെ സമാധാനത്തോടെ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 29-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിൽ നിന്ന് അവനെ ഉയർത്തിയ ദൈവം കരുണയോടെ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. ദൈവം ദുഃഖം മാറ്റി ഉത്സവമാക്കി. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. സങ്കീർത്തനം 30-ാം അധ്യായം 5-ാം തിരുവചനം. 31-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദുഃഖത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്നു. ദൈവം തൻ്റെ കല്ലായ അഭയസ്ഥലമാണ്. ദൈവത്തിൻ്റെ കരുണയാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അവൻ ഉറപ്പുണ്ട്. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. സങ്കീർത്തനം 31-ാം അധ്യായം 24-ാം തിരുവചനം. ദൈവം സത്യവാന്മാരെ സംരക്ഷിക്കുന്നുവെന്നും പാപം സമ്മതിച്ചപ്പോൾ ദൈവം ക്ഷമിച്ചുവെന്നും ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ ഉറപ്പു നൽകുന്നു. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. സങ്കീർത്തനം 32-ാം അധ്യായം 5-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.